ഏകദേശം വൈകുന്നേരം 6 മണി കഴിഞ്ഞിരുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വൈകുന്നേരത്തെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ബാർജിൻ്റെ ഡെക്കിൽ പതിവ് പോലെ കാറ്റ് കൊള്ളാൻ പോകാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും അതിശക്തമായിട്ടുള്ള വിൻഡ് കാരണം, കാറ്റ് കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. സാധാരണ പോലെ തന്നെ ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ റൂമുകളിലേക്ക് പോയി, ക്യാബിനുകളിലേക്ക് പോയി. ശക്തമായ ഒരു സൈക്ലോണിൻ്റെ വാർണിംഗ് ഉണ്ടെങ്കിലും 8 ആങ്കറുകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഈ സൂപ്പർ ബങ്കർ ബാർജിന് P306 എന്ന് പറയുന്ന ONGCയുടെ ഈ ബാർജിന് ഒന്നും സംഭവിക്കില്ല എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് അന്ന് ഞങ്ങൾ വൈകുന്നേരം ഉറങ്ങുന്നതിന് വേണ്ടി ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക്, ഞങ്ങളുടെ ക്യാബിനുകളിലേക്ക് പോയത്. എന്നാൽ പാതി ഉറക്കത്തിൽ വളരെ ശക്തമായ ഒരു അനൗൺസ്മെൻറ്റ്, ഉച്ചഭാഷണിയിലൂടെയുള്ള വളരെ ശക്തമായ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടിട്ടാണ് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റത്. ലൈഫ് ജാക്കറ്റ് ഇടാനും അപ്പർ ഡെക്കിലേക്ക് വന്നുകൊണ്ട് ഷിപ്പിൽ നിന്നും എമർജൻസി ആയിട്ട് പോകാനുമൊക്കെ, അബാൻഡൻ ഷിപ്പ്, കടലിലേക്ക് രക്ഷപ്പെടാനുമൊക്കെയുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ആ വലിയ ശബ്ദം ഞങ്ങളെ ചെറുതൊന്നുമല്ല ഭയപ്പെടുത്തിയത്. എന്താണെന്നറിയാൻ വേണ്ടി ഷിപ്പിൻ്റെ കൺട്രോൾ സ്റ്റേഷനിൽ പോയപ്പോൾ, ബാർജിൻ്റെ കൺട്രോൾ സ്റ്റേഷനിൽ പോയപ്പോൾ ഉറപ്പായിരുന്ന 8 ആങ്കറുകളിൽ 6 എണ്ണവും പൊട്ടിയിട്ടുണ്ട് എന്നുള്ള പേടിപ്പെടുത്തുന്ന വാർത്തയാണ് അവിടെ നിന്നും കേൾക്കാൻ കഴിഞ്ഞത്. കയ്യിൽ കിട്ടാവുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട്, പാസ്പോർട്ടും ലൈഫ് ജാക്കറ്റും പേഴ്സും എല്ലാം എടുത്തുകൊണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ ബാർജിൻ്റെ ഏറ്റവും മുകളിലത്തെ സെക്ഷനിലേക്ക്, ഡെക്കിലേക്ക് വന്നു. രക്ഷപ്പെടുന്നതിന് വേണ്ടി ലൈഫ് റാഫ്റ്റുകളിൽ കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ, അത് ഡിപ്ലോയ് ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് മനസ്സിലായത് ഉണ്ടായിരുന്നതിൽ 12 എണ്ണവും ഉള്ളതിൽ 90% ലൈഫ് റാഫ്റ്റുകളും പ്രവർത്തനക്ഷമമല്ല എന്നുള്ള ആ വലിയ ദുഃഖകരമായ കാര്യം. ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആ ബാർജിലുണ്ടായിരുന്ന ലൈഫ് റാഫ്റ്റുകൾ ഞങ്ങളെ രക്ഷിക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടായ ആ നിമിഷത്തിൽ മുന്നിലുണ്ടായിരുന്ന ഏക വഴി ബാർജിൽ നിന്നും കടലിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ഏകദേശം 60 അടി ഉയരത്തിൽ നിൽക്കുന്ന ബാർജിൽ നിന്നും ഓൾറെഡി പകുതിയോളം മുങ്ങിയ ആ ബാർജിൽ കടലിലേക്ക് ചാടണമോ വേണ്ടയോ എന്ന് ശങ്കിച്ചു നിന്ന ആ നിമിഷത്തിൽ ഓർക്കാത്ത ഒരു ദൈവങ്ങളുമില്ല. യു ആർ വാച്ചിങ് ജേണീസ് ഓഫ് കപ്പിത്താൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകുന്നത് എന്നും, എന്താണ് മുംബൈ ഹൈയിൽ 260-ലധികം ആളുകളുടെ താമസ സ്ഥലമായിരുന്ന ആ ബങ്കർ ബാർജിന് എന്താണ് സംഭവിച്ചതെന്നും, 50-ലേറെ ആളുകളുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചതുമെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക്. നമ്മൾ പലപ്പോഴായിട്ട് പല കൊടുങ്കാറ്റുകളെ പറ്റി കേട്ടിട്ടുണ്ട്. സൈക്ലോൺ, കത്രീന, ഓക്കി, ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായതാണ് ടൊക്ടെക് എന്ന് പറയുന്ന സൈക്ലോണും. എന്താണ് സൈക്ലോൺ? എങ്ങനെയാണ് സൈക്ലോണുകൾ ഉണ്ടാവുന്നത്? അതെങ്ങനെയാണ് നമ്മളുടെ നാട്ടിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ട്രോപ്പിക്കൽ സൈക്ലോൺ, മറ്റൊന്ന് സൂപ്പർ സൈക്ലോൺ, അടുത്തത് സിവിയർ സൈക്ലോൺ. ഈ സൈക്ലോൺ പോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള മറ്റ് പദങ്ങളാണ് ഹ്യൂറിക്കെയിൻ അല്ലെങ്കിൽ ടൈഫൂൺ എന്ന് പറയുന്നത്. ഹ്യൂറിക്കെയിനും ടൈഫൂണും എന്നുള്ളത് എന്താണെന്നും, എന്താണ് ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈക്ലോണുകളും എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വിൻഡ്, നമ്മുടെ അടിക്കുന്ന കാറ്റിൻ്റെ വേഗത 74 മൈൽ പെർ അവർ ആണെങ്കിൽ, അതിൽ കുറവാണെങ്കിൽ അതിനെ നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് വിളിക്കും. 74 മൈൽസ് പെർ അവറിനും 150-125 മൈൽസ് പെർ അവറിനും ഇടയിലാണ് അടിക്കുന്ന കാറ്റിൻ്റെ വേഗതയെങ്കിൽ നമ്മളതിനെ സൈക്ലോൺ എന്ന് വിളിക്കും. ഇനി 120 മൈൽസ് പെർ അവറിന് മുകളിലാണ് അടിക്കുന്ന കാറ്റിൻ്റെ വേഗതയെങ്കിൽ നമ്മളതിനെ വിളിക്കുന്നത് സൂപ്പർ സൈക്ലോൺ എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സൈക്ലോണുകൾ ഉണ്ടാകുന്നത്? കടലിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? കൊടുങ്കാറ്റ് ഉണ്ടാകുന്ന കഥ പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇതുണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഒരു ഡെൻസിറ്റി, ഒരു മാസ് ഓഫ് എയർ, ഒരു പാർസൽ ഓഫ് എയർ നമ്മുടെ എർത്തിൻ്റെ സർഫേസിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറാണ്. അലോങ് വിത്ത് ഗ്രാവിറ്റിയോട് കൂടെ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുമ്പോഴാണ് നമ്മൾ ലോ പ്രഷർ ഉണ്ടാവുന്നുണ്ട്, ന്യൂനമർദ്ദം ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കാലാവസ്ഥ വാർത്തകളിൽ നമ്മൾ കേൾക്കാറുള്ളത്.
26.5 ഡിഗ്രി സെൽഷ്യസിൽ ചൂടുള്ള ഒരു സമയത്ത്, അതിൽ കൂടുതലാണ് അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ എങ്കിൽ, നമ്മുടെ വാം എയർ എന്ന് പറയുന്ന ആ ചൂടുള്ള ആ ഒരു എയർ നമ്മുടെ സീ സർഫേസിൽ നിന്ന് മെല്ലെ മെല്ലെ മേലോട്ട് പോകുന്നതാണ്. ഈ വാം എയർ മേലോട്ട് പോകുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഇവിടെ നിന്നുള്ള എയർ മേലോട്ട് ഇങ്ങനെ പൊങ്ങി പോകണം, അപ്പോൾ അവിടെ താഴെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ മേലെ പൊങ്ങി നിൽക്കുന്ന എയർ പിന്നെയും കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെയും മുകളിലേക്ക് പോകാനുണ്ടാവുക. അപ്പോൾ ഈ വാം എയർ സ്വാഭാവികമായിട്ടും നല്ല ടെമ്പറേച്ചറുള്ളൊരു ദിവസമാണെങ്കിൽ ഇത് മെല്ലെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞൊരു ഏരിയയിൽ 26.5 ഡിഗ്രിയിൽ കൂടുതൽ ഊഷ്മാവുള്ളൊരു ദിവസത്തിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, അവിടെയുള്ള ലോ പ്രഷർ ഭാഗത്തുള്ള ആ വാം എയർ മെല്ലെ മെല്ലെ ആകാശത്തേക്ക് ഉയരാൻ തുടങ്ങും. ഈ വാം എയർ ഉയരും തോറും അറ്റ്മോസ്ഫിയറിന് പ്രത്യേകത ഉണ്ട്. താഴെ നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറഞ്ഞിട്ടാണ് പ്രഷർ മുകളിലേക്ക് പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് മുകളിലേക്ക് വന്നതിന് ശേഷം കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഈ വാം എയർ പിന്നെയും മുകളിലേക്ക് പൊന്തിപ്പോവും. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിന്നുള്ള വാം എയർ മുകളിലേക്ക് പോയി ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി സ്ഥലങ്ങളിൽ നിന്നുള്ള കോൾഡ് എയർ ഉള്ളിലേക്ക് തള്ളിക്കയറും. പക്ഷേ ഈ എയർ വരുന്ന സമയത്ത് ഇത് ആ എയറിന് നമ്മൾ പ്രതീക്ഷ പോയ സ്ഥലത്ത് ഫില്ല് ചെയ്യുന്നതിന് പകരം ഒരു സ്പൈറൽ ആകൃതിയിലാണ് ഇത് വന്നിട്ട് ഇവിടെ ഫില്ല് ചെയ്യുക. സ്പൈറൽ ഒരു വൃത്താകൃതിയിലാണ് ഈ സാധനം ഇവിടെ വന്നിട്ട് ഫില്ല് ചെയ്യുക. സ്വാഭാവികമായിട്ടും മറ്റെല്ലാ ഭാഗത്തു നിന്നും ഇവിടെ ഒരു സ്പൈറൽ ദിശയിൽ ഈ മറ്റ് ഭാഗത്തു നിന്നുള്ള എയർ വന്ന് ഫില്ല് ചെയ്യും. അതിലധികം ദൂരത്തു നിന്നുള്ള എയർ വന്ന് ഫില്ല് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ സ്പൈറലിനെ ഭേദിക്കാൻ കഴിയില്ല. പകരം ഈ സ്പൈറലിൻ്റെ വേഗത കൂട്ടിക്കൊണ്ട് ആ ദിശയിലാണ് അവർ ജോയിൻ ചെയ്യുക. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ സ്പൈറൽ രീതിയിലുള്ള എയറിൻ്റെ മൂവ്മെൻറ്റ് കൂടുതൽ ശക്തി ആർജിക്കുകയും വളരെയധികം ശക്തിയോടുകൂടി ആഞ്ഞു വീശുകയും ചെയ്യും. നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ സാധാരണ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഇത് തിരിയാറുള്ളത്. ഇങ്ങനെ തിരിയുന്ന ഈ ഹെവി ആയിട്ടുള്ള എയർ മാസ് 120 മൈൽ വരെയോ 300 മൈൽ വരെയൊക്കെ ശക്തി ആർജിച്ചിട്ട് അവിടെ നിന്നും 2000 കിലോമീറ്റർ ദൂരത്തേക്ക് വരെ ഈ സാധനം കയറി അടിക്കും. അങ്ങനെയാണ് ഒരു സൈക്ലോൺ ഉണ്ടാകുന്നത്. ഇനി ഇങ്ങനെ ഈ സൈക്ലോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ഉണ്ടായ സ്ഥലം, അവിടുത്തെ ലോ പ്രഷർ, അതുപോലെ തന്നെ എത്ര ദൂരമുണ്ട് ലാൻഡിൽ നിന്ന്, ഇതിനൊക്കെ അതിൻ്റെ സൈസ് ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അതുണ്ടാക്കുന്ന നാശനഷ്ടവും വളരെ ഹ്യൂജായിരിക്കും. അവിടെ നിന്നും സ്പൈറലാഗിൽ തിരിഞ്ഞ് അവിടെ നിൽക്കില്ല, അത് നമ്മളുടെ കരയിലേക്ക് ആഞ്ഞടിക്കും. കരയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മോയ്സ്ചർ കണ്ടൻറ്റുമായിട്ട് കൂട്ടിമുട്ടിയിട്ട് കുറച്ച് വാമായിട്ടുള്ള ഈ എയർ നമ്മുടെ ലാൻഡ് മാസിന് മുകളിലുള്ള എർത്തിൻ്റെ സർഫേസിലുള്ള കോൾഡ് എയറുമായി മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേറ്റിംഗ് ആയിട്ടുള്ള സംഗതിയായിട്ടുള്ള വാം എയർ അതിൽ നിന്നും നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ശക്തി കുറഞ്ഞു വരികയും ചെയ്യും. സാധാരണ ഒരു സൈക്ലോൺ ഉണ്ടായാൽ 2 മുതൽ 7 ദിവസം വരെയാണ് ഒരു സൈക്ലോണിൻ്റെ ശക്തിയോടുകൂടി കടലിൽ നിന്നും അടിക്കാറുള്ളത്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കഴിഞ്ഞ ദിവസം നമ്മളുടെ മെയ് 13-നാണ് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കടലിൽ ഇങ്ങനെ ഒരു ലോ പ്രഷർ ഉണ്ടാവുന്നുണ്ടെന്നും പറഞ്ഞിട്ട് വാർണിംഗ് ആദ്യമായിട്ട് പുറപ്പെടുവിക്കുന്നത്. മെയ് 14-ന് മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെയും പറഞ്ഞു ഇത് ഇൻറ്റൻസിഫൈ ചെയ്യുന്നുണ്ട്, 12 മീറ്റർ വരെ നമുക്ക് തീരെ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ വേവുകൾ ഉണ്ടാവാമെന്ന് എല്ലാവർക്കും അവർ പ്രവചിച്ചു. അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവരെ ബ്രോഡ്കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷേ ഈ P306 എന്ന് പറയുന്ന ബാർജിലുണ്ടായിരുന്ന ക്യാപ്റ്റനും ടീമിനും ഈ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബ്രോഡ്കാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ സംഭവം ഉണ്ടായ അന്ന് വൈകുന്നേരം അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇതുപോലെ വലിയ വേവുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ആ ബാർജിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ ബാർജിന് ഒരു പ്രത്യേകതയുണ്ട്. 260-ലധികം ആളുകൾക്ക് താമസിക്കാനുള്ളൊരു ഫ്ലോട്ടിംഗ് ഹോട്ടൽ പോലെയാണ് ഈ ബാർജ്. മാത്രമല്ല ഈ ബാർജിന് ONGCയുടെ പ്ലാറ്റ്ഫോമിൽ തൊട്ടടുത്ത് തന്നെ 8 ആങ്കറുകളുണ്ട്. പുറകിലും മുമ്പിലും സൈഡിലൊക്കെ ആയിട്ട് 8 ആങ്കറുകൾ ഡിപ്ലോയ് ചെയ്തിട്ടാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ കപ്പൽ ഒരു ആങ്കർ ഇട്ട് നിൽക്കുന്നിടത്താണ് ഇവർ 8 ആങ്കർ ഇട്ട് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ളവർക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ് അധികം ഉണ്ടായിരിക്കും. അത് 8 ആങ്കറുകളുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് എളുപ്പത്തിൽ സുരക്ഷിതമായി നിൽക്കാം എന്നുള്ളൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവും. പിന്നെ ഇന്ത്യൻ ഓഷ്യനിൽ ഈ സമയത്ത് ഒരുപാട് സൈക്ലോണുകളൊക്കെ വന്നു പോകുന്നതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ടൊരു പക്ഷേ അവർ ഈ വാർണിങ്ങിനെ എടുത്തിട്ടുണ്ടാവും. ഇനി ഞാൻ പറയുന്നത് എൻ്റെ കഥയല്ല, അവിടെ നിന്നും രക്ഷപ്പെട്ട ഒരാൾ പറഞ്ഞ കഥയാണ്. വൈകുന്നേരം എല്ലാവരോടും രക്ഷപ്പെടുന്നതിന് വേണ്ടി ലൈഫ് ജാക്കറ്റ് ഇട്ട് അപ്പർ ഡെക്കിലേക്ക് വരാൻ പറഞ്ഞപ്പോഴാണ് കപ്പലിൻ്റെ 8 ആങ്കറുകളിൽ 6 എണ്ണവും പൊട്ടിപ്പോയവരെ ഞങ്ങൾ അറിയുന്നത്. പിന്നീട് സംഭവിച്ചത്
കാറ്റിൻ്റെയും തിരയുടെയും അതിശക്തമായ അടിയൊഴുക്കിൽ ബാർജ് ഉലഞ്ഞുപോയിക്കൊണ്ട് ONGCയുടെ പ്ലാറ്റ്ഫോമിൽ, എണ്ണ ഖനനം ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ കൂട്ടിയിടിക്കുകയാണ് ഉണ്ടായത്. ആ ഇടിയുടെ ആഘാതത്തിൽ ബാർജിൻ്റെ അടിയിൽ തുള വീഴുകയും വെള്ളം ഇരച്ച് കയറാനും തുടങ്ങി. വെള്ളം കയറി തുടങ്ങിയത് ഉടനെ തന്നെ ബാർജ് മുങ്ങാൻ തുടങ്ങി. മുങ്ങിയ സമയത്ത് പ്രാണരക്ഷാർത്ഥം ഞങ്ങൾ ബാർജിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് ഓടി. അവിടെ വന്ന് നോക്കുമ്പോൾ ഞങ്ങളെ രക്ഷപ്പെടുത്തേണ്ട ഞങ്ങളുടെ ലൈഫ് റാഫ്റ്റുകളൊന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല, എല്ലാം തകരാറിലാണ്. ആരും ശ്രദ്ധിച്ചതുപോലുമില്ല. ജീവൻ രക്ഷിക്കേണ്ട ആ ഉപകരണങ്ങൾ പക്ഷേ അന്ന് ജീവൻ രക്ഷിക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ വീണ്ടും കടലിലേക്ക് ചാടാൻ വേണ്ടി മനസ്സുറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് പിന്നെയും ബാർജ് മുങ്ങാൻ തുടങ്ങി. ഇപ്പോൾ വെള്ളത്തിലും ഞങ്ങൾക്കുമിടയിൽ 60 അടിയാണ് ദൂരം. അത്രയും വലിയ ഒരു താഴ്ചയിലേക്ക് ചാടാൻ പക്ഷേ ഞങ്ങളുടെ മനസ്സ് ഞങ്ങളെ സമ്മതിച്ചില്ല. ഞങ്ങൾ കാത്തു നിന്നു. കുറച്ചുകൂടി ബാർജ് താഴേക്ക് പോയി ഏകദേശം 10 അടിയോളം, ഇനി മാത്രം 20 അടിയോളമേ മുങ്ങാൻ ബാക്കിയുള്ളൂ എന്ന സാഹചര്യത്തിൽ ഞങ്ങളും കടലിലേക്ക് എടുത്തു ചാടിയ ഉടനെ കാറ്റിൻ്റെ അതിഭീകരമായ ശക്തിയോടടിക്കുന്ന കാറ്റും ഒപ്പം 10 മീറ്റർ അധികം ഹൈറ്റിലടിക്കുന്ന തിരയും ഞങ്ങളെ എങ്ങോട്ടോ കൊണ്ടുപോയി. എന്നാലും ലൈഫ് ജാക്കറ്റിൻ്റെ സഹായത്തോടു കൂടി കൂടെ 4 സൈഡിലും നിൽക്കുന്ന ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി പരസ്പരം കൈകൾ കോർത്ത് ഒരു വൃത്താകൃതിയിൽ കൂടെ നിന്നു. മരിച്ചാലും ജീവിച്ചാലും ഒരുമിച്ച് തന്നെ ആവട്ടെ എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ഞങ്ങൾ പരസ്പരം കൈകോർത്ത് ജീവന് വേണ്ടി പോരടിച്ചു. കുറച്ചകലെ ഏകദേശം 12 മണിയായ സമയത്താണ് ഒരു നേവൽ ഷിപ്പിനെ ഞങ്ങൾ കാണുന്നത്. അകലെയുള്ള ആ നേവൽ ഷിപ്പ് ഞങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചു. പക്ഷേ പ്ലാറ്റ്ഫോമിലും വന്ന് ഇടിച്ചാലോ എന്നുള്ള ഭയം കാരണം 3 മൈലോളം അപ്പുറത്താണ് അവർ ഞങ്ങൾക്ക് വേണ്ടി കാത്തുനിന്നത്. കഴിയാവുന്ന മുഴുവൻ ശക്തിയും ആർജിച്ച് ഞങ്ങൾ ആ നേവൽ ഷിപ്പിനടുത്തേക്ക് നീന്തിക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ഭയങ്കരമായ സഹായം കൊണ്ടും നേവൽ ഷിപ്പ് ഇതിന് അനുസൃതമായി നിലനിർത്തിയത് കൊണ്ടും വേവിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഞങ്ങൾ നേവൽ ഷിപ്പിനടുത്തെത്തി. അവരിട്ട് തന്ന കോണിയിലൂടെ ഞങ്ങൾ നേവൽ ഷിപ്പിലേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷേ വിധിയുടെ വിളയാട്ടം അവിടെ അവസാനിച്ചില്ല. മറ്റൊരു വലിയ തിരമാല എന്നെയും വലിച്ചുകൊണ്ട് ദൂരത്തേക്ക് പോയി. നേവൽ ഷിപ്പിൽ നിന്നും ഒരാൾ എനിക്ക് വേണ്ടി ഒരു ലൈഫ് ബോയ് എറിഞ്ഞു തന്നു. ആ ലൈഫ് ബോയുടെ തറ്റത്ത് അവരുടെ കയ്യിൽ ഒരു കയറുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ആ ലൈഫ് ബോയിലേക്ക് ചാടിക്കയറി ലൈഫ് ബോയ്ക്ക് പക്ഷേ കയറുണ്ടായിരുന്നില്ല. അടുത്ത ഭീമാകാരനായ ഒരു തിരമാല എന്നെയും കൊണ്ട് എവിടേക്കോ പോയി. ജീവനും മരണത്തിനുമിടയിൽ ഒരു കപ്പലുണ്ടായിട്ട് പോലും ഒരു തിര എന്നെ മരണത്തിലേക്ക് പിന്നെയും വലിച്ചു കൊണ്ടുപോയി. തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. എൻ്റെ അമ്മയുടെ മുഖവും എൻ്റെ വീട്ടുകാരുടെ മുഖവും എൻ്റെ മനസ്സിലൂടെ തെളിഞ്ഞുകൊണ്ടേയിരുന്നു. മരണം ഏത് നിമിഷവും എന്നെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ജീവിക്കുമെന്ന് തന്നെ ഞാൻ എന്നോട് പലവട്ടം പറഞ്ഞുകൊണ്ടിരുന്നു. കടലിൽ നിന്നും അടിച്ചിരുന്ന ഉപ്പുരസമുള്ള തിരമാല എൻ്റെ കണ്ണിനെ വളരെയധികം നീറിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ നീറ്റിൽ സഹിക്കാൻ കഴിയാതെ ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചിരുന്നു. രാവിലെ 6 മണി വരെ ഞാൻ കണ്ണ് തുറന്നില്ല. പ്രഭാതമായ സമയത്താണ്, സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് ഒരു ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകൾ തുറക്കുന്നത്. കണ്ണ് തുറക്കുമ്പോൾ 2 സൈഡിലും 2 നേവൽ ഷിപ്പുകളും മുകളിലൊരു ഹെലികോപ്റ്ററും കടന്ന് കറങ്ങുന്നത് ഞാൻ കണ്ടു. വീണ്ടും ജീവിക്കാനുള്ള ഒരവസരം ലഭിച്ചു എന്ന തോന്നൽ എൻ്റെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. കഴിഞ്ഞ തവണ രക്ഷപ്പെടാൻ വേണ്ടി ആഞ്ഞു നീങ്ങിയത് കൊണ്ടും ഇത്രയും സമയം വെള്ളത്തിൽ കടന്നതുകൊണ്ടും ഇനിയൊരു അംഗത്തിന് എൻ്റെ ശരീരത്തിന് ബാല്യമുണ്ടായിരുന്നില്ല. പക്ഷേ ജീവിക്കണമെങ്കിൽ ആ ബാല്യം ഉണ്ടായേ തീരൂ. സർവ്വശക്തിയും എടുത്ത് ഞാൻ ആ കപ്പലിനടുക്കിലേക്ക് നീന്തിക്കൊണ്ടിരുന്നു. കപ്പലിൽ എത്തിയില്ലെങ്കിൽ ഹെലികോപ്റ്ററിനെ രക്ഷിക്കുമെന്നുള്ള ഒരു വിശ്വാസം ആ നീന്തലിന് വേഗത കൂട്ടി. എങ്ങനെയൊക്കെയോ അവരെറിഞ്ഞു തന്ന കയറിലൂടെയോ മറ്റോ അവർ വലിച്ചു കയറ്റിയോ എങ്ങനെയോ എനിക്ക് നേവൽ ഷിപ്പിൻ്റെ ഡെക്കിലെത്താൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഇപ്പോഴും ആ ഡെക്കിലെത്തിയത് എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നേവിയിലുണ്ടായിരുന്ന മറ്റുള്ളവരുടെ സഹായം കൊണ്ടും എന്നെ രക്ഷിക്കണമെന്നുള്ള അവരുടെ അതിയായ ആഗ്രഹം കൊണ്ടും എങ്ങനെയൊക്കെയോ കടലിൽ നിന്നും വലിച്ചവർ എന്നെ നേവൽ ഷിപ്പിൻ്റെ ഡെക്കിലേക്കിട്ടു. ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഏകദേശം 12 മണിക്കൂറോളം യുദ്ധം ചെയ്ത് ഞാൻ ആ നേവൽ ഷിപ്പിൻ്റെ ഡെക്കിലെത്തി. എന്നും ഭക്ഷണം കഴിക്കാൻ കൂടെ ഉണ്ടാവുമായിരുന്ന പലരുടെ മുഖങ്ങളും ഞാൻ അവിടെ കണ്ടു. പക്ഷേ എൻ്റെ കൂടെ എൻ്റെ റൂമിൽ ഉറങ്ങിയിരുന്ന പലരെയും എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല.
ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും അവരെ ഇനിയും കാണാൻ കഴിയുമോ എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് പറഞ്ഞത് ഞാനല്ല, ആ കടലിൻ്റെ ബാർജിൻ്റെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ദൃക്സാക്ഷിയുടെ മൊഴി ഒരു ന്യൂസ് പേപ്പറിൽ വന്ന കഥയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ശക്തമായ സൈക്ലോണിൻ്റെ വാർണിംഗ് ഉണ്ടായിട്ട് കൂടി എന്തുകൊണ്ടാണ് ബാർജിലെ ക്യാപ്റ്റൻ ഈ ഒരു സാഹചര്യത്തിൽ ബാർജിനെ പുറകിലേക്ക് തീരത്തേക്ക് കൊണ്ടുപോകാനുള്ളൊരു തീരുമാനം എടുക്കാതിരുന്നത് എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. മെയ് 13 തന്നെ നമ്മുടെ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വാർണിംഗ് നൽകിയിട്ടും ONGCയും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എന്തുകൊണ്ട് ഉചിതമായ തീരുമാനമെടുത്ത് അവിടുത്തെ ഉദ്യോഗാർത്ഥികളെ, അവിടുത്തെ ജോലിക്കാരെ സംരക്ഷിച്ചില്ല എന്ന ചോദ്യവും നമ്മുടെ മുമ്പിലുണ്ട്. ഉത്തരമറിയണമെങ്കിൽ നമുക്ക് ക്യാപ്റ്റനോട് തന്നെ ചോദിക്കണം. പക്ഷേ അവിചാരിതമെന്ന് പറയട്ടെ, ക്യാപ്റ്റൻ്റെ ശരീരം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹം ജീവനോടെയുണ്ടോ മരണപ്പെട്ടോ എന്ന് പോലും ഇപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഈ ദാരുണമായ ബാർജിൻ്റെ അപകടത്തിൽ നമ്മുടെ രാജ്യത്തിന് നഷ്ടമായത് 50-ലേറെ ജീവനുകളാണ്, 50-ലേറെ കുടുംബങ്ങളാണ് അനാഥമായത്. ആർക്കാണ് പിഴച്ചത്? ആരുടെ നോട്ടമില്ലായ്മ കൊണ്ടാണ് ഈ ഉറപ്പായും വരുമായിരുന്ന ഒരു സൈക്ലോണിൽ നമുക്ക് രക്ഷിക്കാമായിരുന്ന ആ ജീവനുകൾ നമ്മെ വിട്ടുപോയത്? ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. എന്നിരുന്നാലും കപ്പിത്താൻ്റെ ഇന്നത്തെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒരു പുതിയ വ്ലോഗുമായി കാണുന്നതുവരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. ആസ് ഓൾവേസ് ചേസ് യുവർ ഡ്രീംസ്.